പേര് ഫാത്തിമ KS. ഞാൻ മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. എൻ്റെ വാപ്പച്ചിയുടെ പേര് KM സിദ്ദീഖ്. എൻ്റെ ഉമ്മച്ചിയുടെ പേര് നിഷാമോൾ TM. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് 1000 കൊക്കുകളും ഒരു ശാന്തിപ്രവും എന്ന പുസ്തകമാണ്. പ്രൊഫസർ S. ശിവദാസ് എഴുതി DC ബുക്സ് പ്രസിദ്ധീകരിച്ചതാണ് ഈ പുസ്തകം. അണുബോംബിന്റെ അതിഭീകരമായ പൊട്ടിത്തെറിയിൽ മരിച്ചും മരിക്കാതെ നരകയാതന അനുഭവിച്ചും രക്തസാക്ഷികളായി തീർന്ന ലോകത്തിലെ ആയിരക്കണക്കിന് ഹതഭാഗ്യരുടെ ഓർമ്മയ്ക്കായാണ് ഈ പുസ്തകം. ഹിരോഷിമയുടെ കഥ നാഗസാക്കിയുടെയും. സൈറൻ അലറി വിളിച്ചു കൂവി. ആകാശത്തെ ശത്രു വിമാനങ്ങൾ എത്തിയിരിക്കുന്നു. താഴേക്ക് ബോംബുകൾ വീഴും, ഓടി ഒളിക്കുവിൻ. അതായിരുന്നു ആ അപകട മുന്നറിയിപ്പിന്റെ അർത്ഥം. ഹിരോഷിമ വാസികൾ ഓടി സുരക്ഷാ സ്ഥാനങ്ങളിൽ ഒളിച്ച് ശ്വാസമടക്കി കാത്തിരുന്നു. അപ്പോൾ സമയം രാവിലെ 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരുന്നു. ഹിരോഷിമയിൽ അന്ന് തെളിഞ്ഞ പ്രഭാതമായിരുന്നു. തലേ ആഴ്ച ആഞ്ഞടിച്ച കൊടുങ്കാറ്റ് മാറിപ്പോയിരുന്നു. കാർമേഘങ്ങൾ ഒഴിഞ്ഞു പോയിരുന്നു. മാനം തെളിഞ്ഞിരുന്നു. വെയിൽ പരന്നിരുന്നു. ഹിരോഷിമയിലെ മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ നരഹത്യ ഓർമ്മിപ്പിക്കുന്ന ആറ്റം ബോംബിന്റെ സംഹാര താണ്ഡവം ഉൾപ്പെടെ അധിനിവേശത്തിന്റെ 10 വ്യത്യസ്ത സംഭവങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. കൊച്ചുകുട്ടികളുടെ മനസ്സിൽ ചരിത്ര സംഭവങ്ങൾ മനസ്സിലാക്കുന്നതിന്റെ കൂടെ കഥകളുടെ അകമ്പടിയോടുകൂടി വളരെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രൊഫസർ ശിവദാസ് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. അതിഭീകരമായ ഒരു ദുരന്തം അവരെ വിഴുങ്ങാൻ പോകുന്നതൊന്നും അപ്പോൾ അവർ അറിഞ്ഞതേയില്ല. രാവിലെ 7 മണിക്ക് ഹിരോഷിമയുടെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടത് അമേരിക്കയുടെ ഒരു വിമാനമായിരുന്നു. കാലാവസ്ഥ എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാൻ എത്തിയതായിരുന്നു അതാണ് ആക്രമണമൊന്നും നടത്താതെ അത് പറന്നു മാറിയത്. വിദ്യാർത്ഥികൾ ഒരു വട്ടം ഈ പുസ്തകം വായിച്ചിരിക്കുന്നത് നല്ലതാണ്.